Hi, I'm Ajay, a third year MBBS student from Government Medical College, Idukki. Today's video is about day in my life in third year. ഇപ്പോൾ കറൻ്റ്ലി ഒഫ്താൽ പോസ്റ്റിംഗ്സ് ആണ് എനിക്ക് നടക്കുന്നത്. സോ ക്ലാസ്സസ് ഒക്കെ ഒരു 8 AM ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ആകും. പ്രത്യേകിച്ച് ഒഫ്താൽ പോസ്റ്റിംഗ് 8 മണിക്ക് സ്റ്റാർട്ട് ആകും. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി ഇടുക്കിയിൽ ഒക്ടോബർ ടു ഡിസംബർ മന്ത് ഭയങ്കര തണുപ്പായിരിക്കത്തുള്ളൂ. സോ 8 മണി 9 മണിക്ക് ആയാലും കോട ഇറങ്ങിയിട്ടുണ്ടാവില്ല ഇവിടെ. ഇപ്പോൾ ക്ലാസ്സിലോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് ക്ലാസ്സിൽ രാവിലെ എഴുന്നേറ്റ് പോകാനായിട്ട്. സോ ബേസിക്കലി രാവിലെ ക്ലിനിക്സിന് ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് സെഷൻ ഞങ്ങൾക്ക് സെമിനാറാണ്. സെമിനാർ ടോപ്പിക്സ് ഒക്കെ ഞങ്ങൾക്ക് റോൾ നമ്പർ വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ സെമിനാറൊക്കെ കഴിഞ്ഞിട്ട് വി വിൽ സ്ട്രേറ്റ് അപ്പ് ഗോ ടു ദി OP. ഇനി OP ചെന്നിട്ട് ഓരോ പ്രൊസീജിയേഴ്സും ഓരോ കാര്യങ്ങളൊക്കെ കാണും. കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത്, കണ്ണിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യുന്നത്, കണ്ണിൻ്റെ പ്രഷർ നോക്കുന്നത്, വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഞങ്ങൾ ഒഫ്താൽമോളജിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ. പിന്നെ കണ്ണിൻ്റെ ഓരോരോ ഡിസീസിനെ കുറിച്ച് ഞങ്ങൾക്ക് ക്ലാസ്സിൽ നേരത്തെ ലെക്ചേഴ്സ് എടുത്തിട്ടുണ്ടാകും. സോ അതിൻ്റെ കേസസ് ഒക്കെ നമ്മൾ കാണും. കാറ്ററാക്ട്, ഗ്ലോക്കോമ, അങ്ങനത്തെ കുറേ കേസസൊക്കെ ഞാൻ ഇവിടെ കണ്ടു. ആൻഡ് ഒഫ്താൽമോളജി ഈസ് ആക്ച്വലി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഇന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചെല്ലുമ്പോഴേക്കും ജഗ പുകയായിരിക്കും ഫുള്ളും, ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഇത് ഞാൻ കണ്ണിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് ഈ മെഷീൻ യൂസ് ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി പ്രിറ്റി മച്ച് ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ കണ്ട് ടെസ്റ്റ് ചെയ്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ഒഫ്താൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ENT പോലെ തന്നെ എനിക്ക് ഒഫ്താലും പോസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ ഞങ്ങൾ ഓരോ ആൾക്കാരും ഞങ്ങളുടെ കണ്ണിൻ്റെ പവറും കണ്ണിടെ മാറ്റുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിന്നെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ കണ്ടു. പിന്നീട് മാം ഞങ്ങൾക്ക് കാറ്ററാക്റ്റും ഗ്ലോക്കോമയൊക്കെ വന്ന പേഷ്യൻസിൻ്റെ കണ്ണിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. ആൻഡ് ഒഫ്താൽ പോസ്റ്റിംഗ് ഇസ് ആക്ച്വലി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ആഫ്റ്റർ ദാറ്റ് കേസ് ഡിസ്കഷൻ ആണ്. 24 and 23 ബാച്ച് ഒരുമിച്ചാണ് കേസ് ഡിസ്കഷൻ വരുന്നത്. ഇന്നത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? വളരെ നല്ലതായിരുന്നു. എന്തൊക്കെ കണ്ടു? പിന്നെ അതൊക്കെ നമ്മൾ എന്താ പറയുക, ഇന്റർപ്രറ്റ് ചെയ്യുന്നൊക്കെ മനസ്സിലാക്കി. ബേസിക്കലി ഒഫ്താൽ OP കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ തിരിച്ച് ക്ലാസ്സിലോട്ട് പോകണം. ക്ലാസ് 4th ഫ്ലോറിലാണ്. നടന്നിവിടെ എത്തുമ്പോഴേക്കും ആകെ കുഴഞ്ഞു മറിയും. ഇനി നേരെ കേസ് ഡിസ്കഷനുണ്ട്. അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കാണ്. ഇന്ന് 11:30 ക്ലാസ് ആയിരിക്കും. സോ ഐ ആം എക്സൈറ്റഡ്. നാളെ ക്ലാസ്സില്ല, നാളെ ഒഫ്താൽ ഇല്ല. ആൻഡ് SGL SGD ഒക്കെ. സോ ഐ എം വെരി എക്സൈറ്റഡ്, കാരണം നാളെ മതിയാണ്. പിന്നെ കേസ് ഡിസ്കഷൻ്റെ ടൈമിൽ നമ്മൾ അന്നെടുത്ത കേസിനെ പറ്റി ഡിസ്കഷൻ ആയിരിക്കും. സോ അതിൻ്റെ കാര്യങ്ങളും പിന്നെ പുതിയ പ്രൊസീജിയേഴ്സും അതെങ്ങനെയൊക്കെ ചെയ്യണം, പിന്നെ ഞങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആട്ടോ. യൂഷ്വലി ഞങ്ങൾക്ക് 12 വരെയാണ് ക്ലാസ്സസ് ഉള്ളത്. 12 to 1 വരെ ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് ആയിരിക്കും. പക്ഷേ ഇന്ന് 12 to 1 ഞങ്ങൾ ക്ലാസ്സസ് പ്രീപോൺ ചെയ്തു. അതായത് 1 to 2 നടക്കേണ്ട ക്ലാസ് ഞങ്ങൾ 12 to 1 ആക്കി പ്രീപോൺ ചെയ്തു. യൂഷ്വലി ഫ്രൈഡേസ് ഒക്കെ ഞങ്ങൾക്ക് 12 to 2 വരെയാണ് ലഞ്ച് ബ്രേക്സ് ഉണ്ടാവുക. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ആഫ്റ്റർ 2 ആകെ ഒറ്റൊരു ലെക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ ലെക്ചർ SGD ആയിരുന്നു. സോ ഞങ്ങൾ 12 to 1 അത് പ്രീപോൺ ചെയ്തു. പിന്നെ ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾക്ക് ഫ്രീ ആവുമല്ലോ. പക്ഷെ രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് വിശന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലുള്ളൊരു കടയിൽ കയറി സമൂസ കഴിച്ചു. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ നേരെ ലെക്ചറിലേക്ക് വിട്ടു. കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ലെക്ചറായിരുന്നു. ആൻഡ് സംഭവം എനിക്ക് ആ സബ്ജക്റ്റ് ഒട്ടും ഇഷ്ടമല്ല. വെരി ഡ്രൈ പറഞ്ഞാൽ എനിക്കിപ്പോഴും അത് പഠിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. മനസ്സിലായി വരുന്നേ ഉള്ളൂ, അറിയത്തില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, പഠിച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ആൻഡ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലായിരുന്നു. കാരണം ഞാൻ എങ്ങനെയെങ്കിലും അതൊന്ന് തീർന്നിട്ട് ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്താനുള്ള ആ ഒരു മൂഡിലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരുന്നു. ഫോണിൽ എന്തൊക്കെയോ ഗെയിം ഉണ്ടായിരുന്നു. അതൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി നേരെ തിരിച്ച് ഹോസ്റ്റലിലോട്ട് ഇട്ടു. പക്ഷേ ഹോസ്റ്റലിൽ എത്തിയാലും എന്ത് ചെയ്യും എന്നുള്ളൊരു ഐഡിയയോ പ്ലാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ഇട്ടിരിക്കുന്നത്. വർക്കൗട്ട് ചെയ്യണം, ജിമ്മ് ജോയിൻ ചെയ്യണം, ബാഡ്മിൻ്റൺ തിരിച്ച് കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, യോഗ ചെയ്ത് തുടങ്ങണം, അങ്ങനെ കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹോസ്റ്റലിൽ എത്തുമ്പോഴേക്കും ഭയങ്കര ഒരു മടിയാണ്. അങ്ങ് കിടന്ന് റീല് സ്ക്രോൾ ചെയ്ത് ഡൂം സ്ക്രോളിങ്ങാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ ഇതിനെന്തെങ്കിലും പോകുമ്പോഴുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞു. ആൻഡ് വീഡിയോൻ്റെ ഇത്ര ഭാഗം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ജസ്റ്റ് കമൻറ്റ്സ് കൈബാക്ക്. സോ ഐ വിൽ നോ ദാറ്റ് യു ആർ എ ജെന്യുവൻ വാച്ചർ ഓഫ് മൈ വീഡിയോസ്. It's currently going to be 1:30 right now and I'm back at my hostel. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞു, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആക്ച്വലി വീട്ടിൽ പോകായിരുന്നു, കാരണം എനിക്കിപ്പോൾ കറൻ്റ്ലി നടക്കുന്ന പോസ്റ്റിംഗ് ഒഫ്താൽ പോസ്റ്റിംഗ് ആണ്. സോ നാളെ സാറ്റർഡേ അവധിയാണ്, ഒഫ്താലില്ല. പിന്നെ ബാക്കി വരുന്ന ലെക്ചേഴ്സൊക്കെ SDL ആയിട്ടാണ് സാറ്റർഡേസ് വരെ. സോ
നാളെ ബേസിക്കലി എ ബാച്ചിന്, അതായത് ഓഫ്സാൽ പോസ്റ്റിംഗ് ഉള്ള ആൾക്കാർക്ക് ക്ലാസ്സിൽ വേണമെങ്കിൽ വീട്ടിൽ പോകായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ കറൻ്റ്ലി 3rd ഇയറിൽ ഇവിടെ കയറിയിട്ട് ഞാൻ എല്ലാ ആഴ്ചയും വീട്ടിൽ പോകുമായിരുന്നു. സോ ഇപ്പോൾ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ആൻഡ് നെക്സ്റ്റ് വീക്കൊക്കെ ഭയങ്കര ഇവൻറ്റ്ഫുള്ളാണ്. ബാക്കി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വൈകിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുമായിരിക്കും. കുറേ നാളായി കളിക്കാൻ പോയിട്ട്. സോ ഇന്ന് ചിലപ്പോൾ കളിക്കാൻ പോകും, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ, ലെറ്റ്സ് സീ. സോ എൻ്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. കിടന്നുറങ്ങണോ, എനിക്ക് ആക്ച്വലി ഡൗട്ടാണ്. ഉറങ്ങണോ വേണ്ടേ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഡൗട്ടാണ്. കാരണം ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി എന്തായാലും വൈകും, നാളെ വീണ്ടും വൈകി കഴിഞ്ഞൊക്കെ. അപ്പോൾ അന്നത്തെ ദിവസം ഫുൾ ഒരുമാതിരി ശോകമായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഡ്രസ്സ് മാറിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ ബെഡും എൻ്റെ പരിസരമൊക്കെ ഒതുക്കി വെക്കും, അല്ലെങ്കിൽ നേരെ ഇതുപോലെ തന്നെ കിടന്ന് റീല് കണ്ടുകൊണ്ടിരിക്കും. മിക്കവാറും അതായിരിക്കും ചെയ്യാൻ പോകാം. വൈകിട്ട് എന്താ ചെയ്യുക എനിക്കറിയില്ല. ചിലപ്പോൾ ഡാമിൻ്റെ അവിടെ പോയിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ബാക്കി എന്തൊക്കെയാവും നമുക്ക് കണ്ടാൽ. ബായ്. അങ്ങനെ കുറേ നേരം റീലുകൾ ഡൂം സ്ക്രോൾ ചെയ്ത് ഇരുന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഹോസ്റ്റലിൽ ഇരുന്നാൽ ശരിയാവില്ല, എനിക്ക് തലവേദന എടുക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് വി ബോത്ത് ഡിസൈഡഡ് ടു ഗോ ഔട്ട് ആൻഡ് ഹാവ് എ ചായ. അങ്ങനെ ചായയും ബജിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുതോണിയിലോട്ട് നടന്നു. ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാട്ടോ. പിന്നെ അവിടുത്തെ ചായയും ബജിയൊക്കെ ആക്ച്വലി ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, ലൈക്ക് മൈനർ കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ. ഞാൻ പിന്നെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഒരു കിവിയൊക്കെ പർച്ചേസ് ചെയ്തു കണ്ടപ്പോൾ. പിന്നെ 2 പാസ്ത പർച്ചേസ് ചെയ്തു. ഐ ആം എ ബിഗ് പാസ്ത ഫാൻ. അപ്പോൾ കുറച്ച് ഇൻസ്റ്റൻറ്റ് പാസ്തയൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കടയുടെ മുക്കിലുമുല്ലൊക്കെ പോയി കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഡിന്നറിന് വേണ്ടി ബ്രെഡും ഓംലേറ്റും പാഴ്സലുമായി. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി വെരി നൈസ് ടു. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു, തിരിച്ചു വന്നു. ഇപ്പോൾ കുളിച്ച് റെഡിയായി. ഗസ് ഇറ്റ് ഇസ് 9 അടുത്ത് ആവാറായി, 8:45 സംതിങ് ആയി. സോ ഇന്നത്തെ ഡേ കുറച്ച് പ്രൊഡക്റ്റീവ് ആണോന്ന് വെച്ചാൽ ഇറ്റ് വാസ് നോട്ട് പ്രൊഡക്റ്റീവ്. കാരണം ഞാനൊന്നും പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലീഷർ ടൈം നമുക്ക് വേണ്ടിയിട്ട് ആഘോഷിക്കുക, നമുക്ക് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യുക, സ്പെൻഡിങ് ടൈം വിത്ത് ദ റൈറ്റ് പീപ്പിൾ, ദ റൈറ്റ് പേഴ്സൺ. ഇതൊക്കെയാണ് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ലാതെ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ ദിവസം പ്രൊഡക്റ്റീവ് ആവാതിരിക്കത്തില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോൾ ഇട്ടപ്പോൾ ആക്ച്വലി സ്റ്റാർട്ടഡ് എഡിറ്റിംഗ് മൈ വീക്ക്ലി അപ്ഡേറ്റ്. പോൾ ഇടുന്നത് ഈ എഡിറ്റ് കഴിഞ്ഞിട്ടാണ്. സോ ലൈക്ക് ഫുൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രോ മാത്രം എഡിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഇടാന്നുള്ള സന്തോഷത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് പോളൊക്കെ വന്ന് കണ്ടപ്പോൾ എല്ലാത്തിലും ലൈക്ക് മെജോറിറ്റി പോളിൽ ഡേ ഇൻ മൈ ലൈഫാണ് എല്ലാവർക്കും കാണുന്നത്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് അത് ഇട്, എന്നിട്ട് നമുക്ക് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞു. ലൈക്ക് ഓക്കെ, അവർ പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. നിങ്ങളാണല്ലോ എൻ്റെ ഓഡിയൻസ്, സോ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കണം. സോ യെസ്, ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇനി കുറേ ഞാൻ ചിലപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനിരിക്കും. ഇപ്പോൾ ടൈം ആക്ച്വലി 9 മണിയായിട്ടുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ റീല് കണ്ട് എഡിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ കിട്ടി ഞാൻ ഇരുന്ന് എഡിറ്റ് ചെയ്യും. യെസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ടുഡേ വാസ് നോട്ട് മച്ച് ഹാപ്പനിങ്. അത്ര സർജറീസോ OTയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് നൈസ്. കാരണം ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഐ വാസ് ഫ്രീ ആഫ്റ്റർ ദാറ്റ്. ഞാൻ ഇടുക്കിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കിവി ഹോസ്റ്റലിലോട്ട് വാങ്ങുന്നത്. ആൻഡ് ഇറ്റ് വാസ് അപ്പാരൻ്റ്ലി വെരി ടേസ്റ്റി. ഭയങ്കര ജ്യൂസി ആയിരുന്നു, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിലേക്ക് വാങ്ങുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ യെസ്, അത്രേ ഉള്ളൂ. ഈ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്.